ഏഞ്ചൽസ് ആർമി ഒരുക്കുന്ന കുടുംബമൊന്നിച്ച് പുൽക്കൂട്ടിലേക്ക്. പറുദീസയിലെ രക്ഷകന്റെ വാഗ്ദാനത്തിൽ തുടങ്ങി രക്ഷാകര ചരിത്രത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു. രക്ഷാകര ചരിത്രത്തിലെ ചില നിർണായക വ്യക്തികളെ ആഴത്തിൽ പരിചയപ്പെട്ടും അവരുടെ വിശ്വാസത്തിന്റെ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുമുള്ള ഒരവസരമാണ് ഈ യാത്ര. ഈ യാത്ര ജോസഫിനോടും മേരിയോടുമൊപ്പം പുൽക്കൂട്ടിലെ ഉണ്ണിയിലെത്തുന്നു. ദൈവത്തിൽ നിന്ന് ദാനമായി ലഭിച്ച തൻ്റെ സ്വന്തം മകനെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ഒരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. അവർ കാളക്കുട്ടിയെ ബലിയർപ്പിച്ചു. അനന്തരം ശിശുവിനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൾ പറഞ്ഞു, ഗുരു, ഇവിടെ അങ്ങയുടെ മുൻപിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ. ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. സാമുവേലിൻ്റെ മാതാപിതാക്കൾ ഹന്നയും എൽക്കാനയും. ഹന്ന ഒത്തിരി വിഷമങ്ങൾക്കും സങ്കടങ്ങൾക്കും അസ്വസ്ഥതകൾക്കുമൊക്കെ അവസാനമാണ് കുഞ്ഞിനെ ഏറ്റുവാങ്ങിയത്. താൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങിയ കുഞ്ഞെന്ന് പറഞ്ഞാണ് സാമുവേൽ എന്ന് പേരിടുക. നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ ദൈവത്തോട് നമ്മൾ ചോദിച്ചു വാങ്ങുന്നതാണ്. ദൈവദാനം ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ചും കുറേ അധികം ആളുകൾ കുഞ്ഞുമക്കളില്ലാതെ വിഷമിക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ ദാനമായി കുഞ്ഞുങ്ങളെ ലഭിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ചോദിച്ച് നമ്മൾ വാങ്ങിയെടുക്കുമ്പോൾ അവർക്ക് സാമുവേൽ എന്ന് പേരിടാൻ നമുക്കാകുമോ? അക്ഷരാർത്ഥത്തിലല്ലെങ്കിലും ദൈവത്തോട് ചോദിച്ചു വാങ്ങിയത് ദൈവത്തിനായി സമർപ്പിക്കാൻ, സമൂഹത്തിനായി, സഭയ്ക്കായി സമർപ്പിക്കാൻ ആകുമോ നമുക്ക്? നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഖലീൽ ജിബ്രാൻ പറയുന്നത് പോലെ അവർ നമ്മളിലൂടെ വരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അവർ നമ്മുടെ സ്വന്തമല്ല. ദൈവം ആഗ്രഹിക്കും പോലെ കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ, ദൈവിക കാര്യങ്ങൾക്കായി സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ? ദൈവവിളിക്കായി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ദിവസങ്ങളിൽ വൈദികരെയും സിസ്റ്റേഴ്സിനെയൊക്കെ കാണുമ്പോൾ സ്തുതി ചൊല്ലാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമാകട്ടെ നമുക്ക് അവരുടെ നിയോഗത്തിൽ കൂടുതൽ സമർപ്പിതരാകാൻ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ മക്കൾ സഭയ്ക്കും സമൂഹത്തിനുമായി സമർപ്പിക്കപ്പെടാൻ. ഹന്നയുടെ കുടുംബം പോലെ നമ്മുടെ കുടുംബവും അനുഗ്രഹീതമാകണ്ടേ? അതിനായി നമ്മുടെ കുടുംബത്തിലെ ദൈവവിളികൾ തിരിച്ചറിയാനായി ഈ വചനം ഉരുവിടാം. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: ദൈവമേ, ഞങ്ങൾക്കുള്ള ദൈവവിളി തിരിച്ചറിയുവാൻ സഹായിക്കണമേ.